അതിന്റെ രണ്ട് സൈഡ് ഞാൻ വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതും ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് തോന്നും, പക്ഷെ ഹലോ ഗൈസ്, ഒക്ടോബർ ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോപിക, ഞാൻ കാർത്തിക്. അപ്പോൾ ഇന്ന് ഞങ്ങള് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ആയിരുന്നു വീട്ടില്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു അല്ലേ നമ്മുടെ ഹോം ടൂർ ഒന്ന് കാണിക്കുമെന്ന്. അപ്പൊ ഞങ്ങൾ ജന്മലയിൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് വരുന്നത്. ഇതൊരു 5ാമത്തെ നിലയിലാണ്. നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ കയറി വരുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഈ ഒരു കുഞ്ഞു സ്റ്റോറേജ് റൂമാണ്. അത് ഇവിടെ ആയിട്ട് ടോയ്ലറ്റ് വരും, ഇവിടെ ലിവിങ് ഏരിയ വരും, അതാണ് കിച്ചൺ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിലോട്ട് പോവാം. അപ്പം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ടൊരു സോഫ, ഒരു 6-7 പേർക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ TV യൂണിറ്റ് വെച്ചിട്ടുണ്ട്. മേളിലൊരു കുഞ്ഞു റൂമുണ്ട്, അതിൻ്റെ സ്റ്റെയർ പോകുന്നത് ഇതുവഴി തന്നെയാണ്. പിന്നെ എനിക്ക് പച്ചപ്പിനോട് കുറച്ച് അധികം ഇഷ്ടമുള്ളത് കൊണ്ട് 2 ചെടികൾ ഇവിടെ ഉണ്ട്. കലാന്തിയ, അതുപോലെ തന്നെ പീസ് ലില്ലി, അങ്ങനെ കുറച്ച് ചെടികൾ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന പുറത്തോട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. സോ ഇത് 5ാമത്തെ നില ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ്. നൈറ്റൊക്കെ ആയാലും ഞാൻ നൈറ്റ് വ്യൂ ഇവിടെ കൊടുക്കാം. നമ്മുടെ കുഞ്ഞ് കുളിച്ചിട്ട് ശുദ്ധമായിട്ട് TV കാണുവാണ്. ഓക്കെ, ഇവിടെ കുറച്ച് എന്താ പറയുക, സോവിനിയേഴ്സ്. ഞങ്ങൾ പോയ സ്ഥലത്ത് പാരീസ്, ക്രൊയേഷ്യ, സ്വിറ്റ്സർലാൻഡ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പോയിട്ടുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസ് കുഞ്ഞിൻ്റെയും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് പ്ലാസ്റ്റിക് ആണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്. സാധാരണ നമ്മളിതിങ്ങനെ തൊങ്ങൽ പോലെ തൂക്കിയിടുക ചെയ്യുക, പക്ഷെ ഞാനിതിനെ ഇങ്ങനെ ഡെക്കറേഷൻ പോലെ ഇങ്ങനെ ചുറ്റി വെച്ചു. നമുക്ക് നമ്മുടെ ബെഡ്റൂം ഏരിയയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നമ്മുടെ ബെഡ്, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ഇവിടെ ഒരു കുഞ്ഞു ടേബിൾ ഉണ്ട്, മേക്കപ്പ് ഐറ്റം ഒക്കെ വെക്കാം. പക്ഷെ ഞാനെല്ലാം അലമാരയിലാണ് വെച്ചേക്കുന്നത്. ഇതൊരു അലമാര. ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഒരു നല്ല മിററും എടുത്തിട്ടുണ്ട്, ഫുൾ ലെങ്തിലുള്ള. സോ ഞങ്ങൾ 3 പേരും ഇവിടെ തന്നെയാണ് കിടക്കാറ്. ഇനി നമുക്ക് കിച്ചൺ ഏരിയയിലോട്ട് പോവാം. പിന്നെ ഇവിടെ ഒരു ടേബിൾ ആദ്യമേ ഉണ്ടായിരുന്നു. ഈ ഫോട്ടോ, ഈ ചിത്രം ഞാൻ വരച്ചതാണ്, പക്ഷെ അതിൻ്റെ 2 സൈഡ് ഞാൻ വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഒരേ സമയം ഒറ്റ പിക്ചർ ഒരാൾക്ക് കാണാൻ പറ്റൂ. പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ 2 പിക്ചറും ഞാൻ വരച്ച് പഠിച്ചതാണ്, പക്ഷെ വരച്ചു വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ? നിങ്ങൾ പറയും കമൻസിൽ എൻ്റെ അഭിപ്രായം. ആൻഡ് ഇവിടെ ഞങ്ങളുടെ ഒരു ആനിവേഴ്സറിക്ക് എൻ്റെ മാമി ഗിഫ്റ്റ് എന്നൊരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് കിച്ചൺ ഏരിയ. ഗ്രീൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കിച്ചൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗ്രീൻ ആൻഡ് ക്രീം കളർ നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ ഇവിടെ ഇതെല്ലാം സ്റ്റോറേജ് യൂണിറ്റുകളാണ്. ഈ കാണുന്നത് ഓവൻ, വലിയ ഓവൻ ഉണ്ട്, ഒരു ചെറിയ ഓവൻ ഉണ്ട്. ഇതെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഒരു ക്രോക്കറി യൂണിറ്റ് ഉണ്ട്, സിങ്ക് വരുന്നുണ്ട്. പിന്നെ വേസ്റ്റ് ഇടാനുള്ള സംവിധാനമൊക്കെ ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ സൈഡും ഫുള്ള് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റൂഫ് ടോപ്പ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളത് 5ാമത്തെ നിലയാണെങ്കിലും ഇതാണ് ലാസ്റ്റ്, ഈ ഫ്ലോറിലെ ഏറ്റവും മേളിലത്തെ നില. അപ്പോൾ ഇങ്ങനത്തെ വിൻഡോസ് ആണ് ഇവിടെ വരിക. ഇങ്ങനെ ഒരു ചരിഞ്ഞ റൂഫിൻ്റെ ആ ലെവലിന് ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം. ഇവിടെ നല്ല കാറ്റാണ്. ആൻഡ് ഈ ഒരു യൂണിറ്റ് ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഇതും ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് തോന്നും, പക്ഷെ ഇതും സ്റ്റോറേജ് യൂണിറ്റ് അല്ല, ഇത് ഫ്രിഡ്ജാണ്. ഇവിടെ ആയിട്ട് ഫ്രീസറും വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഞങ്ങളുടെ കിച്ചൺ. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ
ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യണേ. ആൻഡ് ഇത്രയാണ് നമ്മുടെ കിച്ചൺ. എങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്നുള്ളത് നിങ്ങൾ പറ. ലൈറ്റിംഗ് ഒക്കെ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ബാത്റൂം ഏരിയ കാണാം. ഇവിടെ ആയിട്ടൊരു നമ്മുടെ ജാക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ അതുപോലെ ഷൂ റാക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബാത്റൂം ഏരിയ. ഇവിടെ ആയിട്ടൊരു മിറർ എടുത്തിട്ടുണ്ട്, ടോയ്ലറ്റ്, പിന്നെ ഇവിടെ ഒരു ബാത്ത് ടബ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ആയിട്ടാണ് സ്റ്റോറേജ് ഏരിയ വരുന്നത്. ബാത്ത് ടബ് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. പിന്നെന്താണ്, അതാ ഇവിടെയാണ് ഞങ്ങൾ കുളിക്കുന്ന ഏരിയ വരുന്നത്. ഇതും എല്ലാം ഒരു ഗ്രീൻ തീമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് നമ്മുടെ കുഞ്ഞ് അപ്പാർട്ട്മെന്റ്. ആക്ച്വലി എല്ലാ സൗകര്യങ്ങളും എല്ലായിടത്തു നിന്നും എല്ലാവരെയും കാണാം. എല്ലാ സൗകര്യങ്ങളും താഴെ തന്നെയാണ്. ഇനി മേളിലൊരു കുഞ്ഞു റൂമും ഒരു പുറകിലോട്ടുള്ള ഒരു ബാൽക്കണി ഇവിടെ ഉണ്ട്. അപ്പം അതും കൂടെ നമുക്ക് കാണാം. മേളിൽ പോവാം. അപ്പം ഇതാണ് ആ കുഞ്ഞ് റൂം വരുന്നത്. ഈ സൈഡായിട്ട് ഒരു അലമാര കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കാർത്തിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്ത്. താഴെ എൻ്റെയും കുഞ്ഞിൻ്റെയും മാത്രം, ഇവിടെ കാർത്തിയുടെ. നമുക്ക് ഈ റൂമിലോട്ട് പോവാം. സോ ഈ റൂമിലും നേരത്തെ താഴെ കിച്ചണി കണ്ട പോലെ തന്നെ ഒരു റൂഫ് ടോപ്പ് വിൻഡോ ഉണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം ഇത് ആരായിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന്. ഇത് കാർത്തിയുടെ വർക്ക് ഏരിയ പോലെയാണ്. ആൻഡ് നമ്മളെ മുന്നേ ഉള്ള യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോസ് എടുക്കാറ്. ഇതൊരു യൂട്യൂബ് സ്റ്റുഡിയോ പോലെയാണ്. അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ആ കുഞ്ഞു റൂം വരുന്നത്. സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയാണ് നമുക്കിഷ്ടപ്പെട്ട ഒരു പ്ലേസ് വരുന്നത് ഈ വീട്ടിലെ ഈ ഒരു ബാൽക്കണി എന്ന് പറയുന്നത്. ഇവിടെ ഈ വൈകുന്നേര സമയത്ത് ചായയൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര രസമാണ്. നല്ല കാറ്റും പിന്നെ നല്ലൊരു വ്യൂ ആണ്. അത് അങ്ങോട്ടൊക്കെ നോക്കിയേ, ഒരുപാട് വീടുകൾ ഇങ്ങനെ. ഇത് കുറച്ച് ഉയർന്ന ഏരിയയിലാണ്. അപ്പോൾ ആ വീടുകളുടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നൈറ്റ് വ്യൂ ഞാൻ ആഡ് ചെയ്തേക്കാം. ആൻഡ് ഇപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു അപ്പാർട്ട്മെൻറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഞങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ചെടിയും കാര്യങ്ങളും ഒക്കെ നടാം. പക്ഷേ ഇത് ടെമ്പററി ആയിട്ട് റെൻറ്റിന് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഏത് നിമിഷവും ചിലപ്പോൾ ഇവിടുന്ന് മാറും. അപ്പോൾ പുതിയ പുതിയ സ്ഥലത്തോട്ട് വേറെ നല്ല വീടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മാറും. അപ്പോൾ തൽക്കാലം ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിനെ പറ്റി എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം കമൻസിലൂടെ. ആൻഡ് കാർത്തിക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ വീട് ഞാൻ എങ്ങനെ എത്ര മനോഹരമാക്കി കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ പറ്റി രണ്ടഭിപ്രായം പറയുകയാണെങ്കിൽ. ഇന്ന് രാവിലെ തുടങ്ങിയ അലക്കലാണ്. ആഴ്ചയിൽ ഒരിക്കലേ ക്ലീൻ ചെയ്യാറുള്ളൂ. അത് സൺഡേയാ. സൺഡേ എല്ലാ വീട്ടിലെയും പോലെ വീട് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ വീട് നല്ല നീറ്റായിട്ട് കൊണ്ടുപോകണം. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനും ഒക്കെ കൊടുക്കേണ്ടി വരും. നമ്മൾ തന്നെ കയ്യിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ എന്നും തുടച്ച് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്രയും നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോവില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്, നിങ്ങൾ ചോദിച്ച ഹോം ടൂർ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ജർമ്മനിയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റൊക്കെ എങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. ആൻഡ് എനിക്ക് തോന്നുന്നു ഇനിയൊരു ക്വസ്റ്റ്യൻ വരാൻ പോണത് ഈ അപ്പാർട്ട്മെൻറ്റ് റെൻ്റ് ആയിരിക്കും. ഇതിന് 870 യൂറോ ആണ്. അതായത് നാട്ടിലെ 87,000 രൂപ വരും. ഫാമിലി ആയിട്ട് താമസിക്കുമ്പം ഇതൊക്കെ തന്നെയാണ് ഈ റേഞ്ച്, അല്ലെങ്കിൽ 1000 റേഞ്ച് 1 ലാഖിൽ ഒക്കെ പോകുന്നവരുണ്ട്. ഇതിനേക്കാളും സൗകര്യങ്ങൾ കൂടുമ്പം ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ. ആൻഡ് പുതിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.